ചൊവ്വാഴ്ച നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന നമ്മുടെ ഊളാവ് മീനെ നമ്മളൊന്ന് കറിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇതിനെ നമ്മുടെ ബെന്നി കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇറച്ചിയൊക്കെ വെട്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഓക്കെ, തുടങ്ങാം. ഒരു പശുവിനെയൊക്കെ നിഷ്പ്രയാസം നമ്മളെ വെട്ടി ചാപ്സാക്കുന്ന ആളാണ് കേട്ടോ. കട്ടിങ് എങ്ങനെ ഉണ്ടോ നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ പുള്ളിക്കാരൻ വരുന്നത്. നമ്മുടെ ഈ കട്ടിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. കട്ടിങ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ചെതമ്പലൊക്കെ സൂപ്പറായിട്ട് അങ്ങനെ ചെത്തി മാറ്റുന്നുണ്ട്. കട്ടിങ് കാണാനായിട്ട് നമ്മുടെ അതിഥികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? നമ്മുടെ ചിങ്കിടിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ശരി, അടുത്ത നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം. തല വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇവിടെ കടപ്പുറത്തുള്ള ആൻറ്റിമാരെ ഇത്രയും സ്പീഡായിട്ട് കട്ട് ചെയ്യത്തില്ല. നമ്മുടെ ബെന്നിയുടെ കട്ടിങ് കണ്ട നല്ല സ്പീഡിൽ കട്ട് ചെയ്യാണ്. നമുക്ക് 3 മിനിറ്റ് നമ്മുടെ വീഡിയോ തികച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല, അത്രയും സ്പീഡാണ്. കട്ടിങ് എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ കൂട്ടുകാർ കമൻറ്റ് ചെയ്യണം. പ്രൊഫഷണൽ കട്ടറാണ്. എന്താ കട്ടിങ് കാണുമ്പോഴേ അറിയാം, പ്രൊഫഷണൽ കട്ടിങ് തന്നെ. കഴിഞ്ഞ് കട്ടിങ് കഴിഞ്ഞ് ഒരു പീസ് എടുത്ത് കാണിച്ചു കൊടുത്തു നമ്മുടെ കൂട്ടുകാർക്ക് കയ്യിൽ. കണ്ട നല്ല അലുവ പീസ്. ഓക്കെ, അടുത്തിനി അലുവ അടുത്തിനി തല കട്ടി. ചത കണ്ടോ? ചത മൂക്ക്. കൈയൊന്നും പോയില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാ. അപ്പോൾ ഈ മീനിൻ്റെ ഒരു പ്രത്യേകതയെ നമുക്ക് കറി വയ്ക്കുന്നതിനേക്കാളും ഫ്രൈ തന്നെയാണ് നല്ലത് കേട്ടോ. മോള് പറയാണ് കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ബാർക്കോഡ എന്നൊക്കെ പറയുന്ന മീനാണ്. ഇതിൽ 4 ഐറ്റമാണ് വരുന്നത്. ഊളി, ഊളാവ്, നെടുവ, കൊടുവ, ചീലാവ് അങ്ങനെയൊക്കെ വരും കേട്ടോ. ഓക്കെ, കട്ടിങ് കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ പറയ്. ബൈ ബൈ പറ. ബെന്നി ബൈ ബൈ പറഞ്ഞില്ല. ഓക്കെ, ഇതാണ് ആള് കേട്ടോ. അനു പറഞ്ഞില്ല. ടാറ്റ എല്ലാവർക്കും. ഓക്കെ.